ജനുവരി 8 റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ ഒരു ഇറ്റാലിയൻ ലൂക്കോ ഡ്രൂഷൻ ആരംഭിച്ച ലിസണിംഗ് വർക്ക്ഷോപ്പുകളിൽ പങ്കെടുത്ത കൗമാരക്കാരെയും യുവാക്കളെയും ഫ്രാൻസിസ് മാർപ്പാപ്പ അഭിസംബോധന ചെയ്യുകയായിരുന്നു. വത്തിക്കാൻ മീഡിയയുടെ റിപ്പോർട്ട് പ്രകാരം വർക്ക്ഷോപ്പുകളുടെ പിന്നിലെ ആശയം യുവാക്കൾ വ്യത്യസ്ത വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതിൻ്റെയും കേൾക്കപ്പെടുന്നതിൻ്റെയും ഭംഗി അനുഭവിക്കുകയും ചെയ്യുക എന്നതാണ്. പ്രിയപ്പെട്ട യുവജനങ്ങളെ, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് കേൾക്കുക എന്നതാണ്. എങ്ങനെ കേൾക്കണമെന്ന് പഠിക്കുക. ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ അവർ പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കുക. തുടർന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പ്രതികരിക്കുക. എന്നാൽ പ്രധാന കാര്യം കേൾക്കുക എന്നതാണ്. ഉത്തരം നൽകാൻ തിരക്ക് കൂട്ടരുത്. ആളുകളെ സൂക്ഷ്മമായി നോക്കുക. അവർ ശ്രദ്ധിക്കുന്നില്ല. ഒരു വിശദീകരണത്തിൻ്റെ പകുതിയിൽ അവർ ഉത്തരം നൽകും. അത് സമാധാനത്തിന് സഹായിക്കുകയില്ല. ധാരാളം ശ്രദ്ധിക്കുക. ഫ്രാൻസിസ് പാപ്പ തന്റെ സാന്താ മാർട്ട അവസ്ഥയിലെടുത്ത റെക്കോർഡിംഗിൽ പറഞ്ഞു. ഏപ്രിൽ 27 രാവിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന പാപ്പായുടെ മൃതസംസ്കാര ശുശ്രൂഷയിലെ പരിശുദ്ധ കുർബാനയിൽ ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തു. അതിൽ ഭൂരിഭാഗവും കൗമാരക്കാർ പങ്കെടുത്തതോടെയാണ് പാപ്പായുടെ സന്ദേശം പരസ്യമാക്കിയത്. ഏപ്രിൽ 25 മുതൽ 27 വരെ റോമിൽ നടന്ന കൗമാരക്കാരുടെ ജൂബിലിയുടെ ഭാഗമായും 9 ദിവസത്തെ സഭയുടെ ദുഃഖാചരണമായ നൊവെൻഡിയൽസിന്റെ 2ാം ദിവസത്തിന്റെ ഭാഗമായും വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നു. പരേതനായ പോപ്പിന്റെ കബറടക്കത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ 10,000-കണക്കിന് യുവജനങ്ങൾ സെന്റ് മേരി മേജർ ബസിലിക്കയിലെ അദ്ദേഹത്തിന്റെ കബറിടം സന്ദർശിച്ചു. ഇത് പാപ്പായ്ക്ക് യുവജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യതയുടെയും സ്വാധീനത്തിന്റെയും അടയാളപ്പെടുത്തൽ കൂടിയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.